ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അവർ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു തേർഡ് പാർട്ടി ഉള്ള പേഴ്സൺ ആണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ അവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതായത് അവർ നിങ്ങളെയും ആ ഒരു തേർഡ് പാർട്ടിയും എങ്ങനെ കമ്പയർ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആയിട്ടൊക്കെ റെസനേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കണം. ഇനി ആരുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിയെയും നിങ്ങളെയും വെച്ചിട്ട് അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കമ്പയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡുകൾ എടുക്കാം. ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ ഹെറോഫന്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏസ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, 5 ഓഫ് സോഡ്സ് ആണ് പിന്നെ കിട്ടുന്ന ഒരു കാർഡ്. 5 ഓഫ് സോഡ്സ്, 9 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, ഓക്കെ, പേജ് ഓഫ് കപ്സ്. ഓക്കെ, 2 ഓഫ് പെൻഡക്കിൾസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് എംപറർ കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. എംപറർ കാർഡ്. ഓക്കെ, 5 ഓഫ് കപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് വാൻഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് കാർഡ് നമുക്ക് വരുന്നത് കിങ് ഓഫ് സോഡ്സിന്റെ ഒരു കാർഡാണ്. ഇനി നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് 4 ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും തേർഡ് പാർട്ടിയെയും തമ്മിൽ വളരെ ഒരു ശക്തമായിട്ട് രീതിയിൽ കമ്പയർ ചെയ്യുന്ന ഒരു എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് വെറും ഒരു ആരാണ് ബെറ്റർ എന്നൊരു രീതിയിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ബാക്കി കാർഡുകളിൽ നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ അവരെ എങ്ങനെ കാണുന്നു എന്ന്, അതായത് നിങ്ങളെ അവരെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു കാര്യം നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ദ ഹെറോഫൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസിന്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നിങ്ങളെ അവർ വളരെ ഒരു സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം പൊട്ടൻഷ്യൽ ഉള്ള ഒരാളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതായത് നിങ്ങളോട് ഇവർക്ക് തോന്നിയത് ഒരു തമാശയ്ക്ക് വേണ്ടിയോ അതെ കുറച്ച് നാളത്തേക്ക് വേണ്ടിയോ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഹെറോഫൻ കാർഡ് എന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഒരു സ്ഥിരത കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയുടെ എനർജി ആ ഒരു രീതിയിലാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊപ്പം ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങളോടുള്ള ഒരു ട്രസ്റ്റ്, ഒരു ലോയാലിറ്റി, ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ എല്ലാം ഇവർക്ക് നല്ലൊരു വൈബ്രേഷൻ ഇവരുടെ ഉള്ളിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് ഒരു എനർജി ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ പറയാൻ പറ്റും. പിന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ അത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണെന്ന് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ ഒരു ബോണ്ട് നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ 5 ഓഫ് സോൾസിന്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ 5 ഓഫ് സോൾസ് വന്നത് ഒരു വലിയ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ഈഗോ ക്ലാഷസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അതുപോലെ ചെറിയ കൊച്ചു മൈൻഡ് ഗെയിംസ്, അല്ലെങ്കിൽ ജയിക്കണം എന്നൊരു ദ്വര, ആ ഒരു ജയിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ജയിക്കണം എന്നൊരു എനർജിയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ. അതുകൊണ്ട് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ മനസ്സിനുള്ളിൽ വളരെയധികം ഡീപ്പ് ആയിരുന്നാൽ തന്നെയും മെന്റലി അവര് ടയേർഡായ പോലെ തോന്നുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ റിയൽ ആണ്, പക്ഷെ ഇതില് ഒരു സമാധാനം കുറവാണ് എന്നുള്ള ഒരു അവസ്ഥ പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടായിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇപ്പോൾ തേർഡ് പാർട്ടിയെ അവര് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ
9 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേജ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ പേജ് ഓഫ് വാൻഡ്സ്, ഇത്രയും കാർഡുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാർഡുകളൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള എനർജി കൂടുതൽ ഒരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മച്വർ എനർജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു പ്ലേഫുൾ എനർജി എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്ന പോലത്തെ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരു എക്സൈറ്റ്മെന്റ് നേച്ചർ, ആ ഒരു രീതിയിലൊക്കെ എനർജി കിട്ടുന്ന രീതിയിൽ അവർ കീപ്പ് ചെയ്യുന്ന ഒരു സംഭവം പോലെയാണ് നമുക്ക് തേർഡ് പാർട്ടിയുടെ എനർജി കാണുന്നത്. ഇമോഷണൽ ഡെപ്ത് കുറവാണെങ്കിലും ഇവിടെ വളരെയധികം ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർക്ക് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ ഫ്ലേർട്ടിംഗ് എനർജി ഉണ്ട്, ഒരു അറ്റൻഷൻ കിട്ടുന്ന, അവർക്ക് കുറച്ചും കൂടി തേർഡ് പാർട്ടി ഒരു അറ്റൻഷൻ നിങ്ങളെക്കാളും കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഒത്തിരി ആളുകൾക്കും ഇതൊരു ഡിസ്ട്രാക്ഷൻ പോലെ വന്നിട്ടുള്ളതാണ് അവരുടെ ലൈഫിലേക്ക് ഈ ഒരു എനർജി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ പേജ് ഓഫ് കാർഡ്സ്, അതായത് പേജ് ഓഫ് കപ്സ് നമുക്ക് കാണുന്നുണ്ട്, പേജ് ഓഫ് വാൻഡ്സ്, 2 കാർഡുകൾ കാണുന്നുണ്ട് പേജസിന്. അപ്പൊ ഈ 2 കാർഡും വന്നതുകൊണ്ട് അതൊരു മച്വർ സ്റ്റേബിൾ കണക്ഷൻ ആയിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറിച്ച് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അതെന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയിൽ പുറത്തൊക്കെ തുടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, അതാണ് ഇവിടെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പായിട്ട് പിന്നീട് മാറിയിട്ടുള്ളത്. ഒരു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് കൂടുതൽ ഒരു കെയർ, ഒരു വാല്യൂ ഈ ഒരു തേർഡ് പാർട്ടി കൊടുക്കുന്നു. ആ ഒരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യുന്ന ഒത്തിരി ആളുകളുടെ എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ട്, റിയൽ കണക്ഷൻ ഉണ്ട്, സ്നേഹമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എവിടേക്കോ ഒരു സമാധാനക്കുറവ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമാധാനം ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി, ആ സമാധാനക്കുറവ് പിന്നീട് ഒരു ബോറായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ ആ ഒരു ബോറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, എസ്കേപ്പ് ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് തന്നെ. പിന്നെ ഒരു നമുക്ക് ഈ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒക്കെ കെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടിയും ആളുകളുണ്ട് എന്ന രീതിയിലൊക്കെ ഈ ഒരു സൈഡിൽ ഒരു എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ എസ്കേപ്പ് ചെയ്യാനായിട്ട് വഴി കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ആളുകളുടെ എനർജീസും കാണാൻ വരുന്നുണ്ട്. പിന്നെ കുറെ ആളുകൾ ഒരു ഫൺ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ, അതായത് നേരം പോക്കിന് വിളിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ, അങ്ങനെ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നേരം പോക്കിന് കാണുക, സംസാരിക്കുക, ആ ഒരു രീതിയിൽ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന പോലത്തെയുള്ള എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ലെങ്കിലും ഇത്രയും കാര്യങ്ങളാണെന്ന് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പം ഇതൊരു ശരിക്കും പ്ലേഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലുള്ള എനർജിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ 2 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് അവരെ രണ്ടുപേരുടെയും ഇടയിൽ, അതായത് നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും ഇടയിൽ മെന്റലി ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് മെന്റലി ബാലൻസ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നു. ഒരു വശത്ത് ഇമോഷണൽ ഡെപ്ത് ഉണ്ട്, അതായത് നിങ്ങളോട് വളരെയധികം കണക്ഷൻസ് ഉണ്ട്, ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമുണ്ട്, നിങ്ങൾ എന്ന് കൂടെ ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അവിടെ കുറച്ച് യു ക്ലാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ ചില സമയങ്ങൾക്ക് അവർക്കൊന്ന് എസ്കേപ്പ് ആകണം, അവർക്കൊരു ശ്വാസം എടുക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് അവർ ഇവിടെ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നു. അപ്പം ഇവിടെ ഈ ഒരു സൈഡിൽ ഇമോഷണൽ ഡെപ്ത്, ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങൾ, ഇതെല്ലാം അവർ ചിന്തിച്ച് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഇതെല്ലാം ചിന്തിച്ച് നിങ്ങൾ ഒരു വശത്തും, മറുവശത്ത് ഈസി ഗോയിങ് അറ്റൻഷൻ എന്ന രീതിയിൽ ഒരു സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു വൈബ്, ആ ഒരു രീതിയിൽ തേർഡ് പാർട്ടിയെ നിർത്തിയിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പക്ഷെ ഇവിടെ വലിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോടൊപ്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇന്റൻസിറ്റി ഇവർക്ക് കൂടുതലാണ്. സീരിയസ് ആയിട്ട് ഫ്യൂച്ചറിന്റെ എനർജി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്, പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പം പോകണം എന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അവരുടെ ഹൃദയം നിങ്ങളിലേക്കാണ് കൂടുതലായിട്ട് അടുത്ത ഇൻവോൾവ്മെന്റ് ആയിട്ട് ഡീപ്പറായിട്ട് നിൽക്കുന്നത്. അവർക്ക് നിങ്ങളെ ഇംപ്രസ് ചെയ്യണം എന്നുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, നിങ്ങളെ ലോസ് ചെയ്യുമോ എന്നൊരു പേടി പോലും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി കരുതി കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. തേർഡ് പാർട്ടിയുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാഷ്വൽ ആയിട്ടുള്ള എനർജി വളരെ കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇനിയിപ്പം ഒരു പോയാലും പ്രശ്നമൊന്നും ഇല്ല എന്ന രീതിയിൽ ആ ഒരു ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ക്യാരക്ടറും ബിഹേവിയറും ഒന്നും അങ്ങൊരു ഫ്രീ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.
അവർ പേടിച്ച് പല കാര്യങ്ങളും പേടിച്ചും മറച്ചും അങ്ങനെയൊക്കെ അവരുടെ ശരിക്കുള്ള ക്യാരക്ടർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നില്ല. പക്ഷെ തേർഡ് പാർട്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കറിയാം ഈ തേർഡ് പാർട്ടി എന്റെ കൂടെ ഇല്ലേലും നിന്നാലും ഒന്നും എനിക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് എന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചാലും ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ അവർ കാഷ്വൽ എനർജി അവിടെ കൊടുക്കുകയാണ്. അപ്പൊ ഇമോഷണൽ ഇൻമാച്യൂരിറ്റിയും ഈ ഒരു സ്ഥലത്ത് അവർ കാണിക്കുന്നുണ്ട്. കാരണം ഇമോഷണൽ ഇൻമാച്യൂരിറ്റി കാണിച്ചാൽ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ പോവാണെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന രീതിയിലാണ് ഇവരുടെ ഒരു എനർജി കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടെമ്പററി ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഇവർക്കൊരു വിഷമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഈ തേർഡ് പാർട്ടിയോടൊപ്പം അവർ ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പ് സോൾ കണക്ഷൻ പോലെ ഒന്നും തന്നെ നമുക്കിവിടെ ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്കും വളരെയധികം ഡീപ്പായിട്ടുള്ള സോൾ കണക്ഷനും ഇമോഷണൽ ഇന്റൻസിറ്റിയും ഒക്കെ നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഈ ഒരു ഹേസ് ഓഫ് കപ്സിന്റെയും നാൺ ഓഫ് കപ്സിന്റെയും കാര്യം പറയുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ നാൺ ഓഫ് കപ്സും ഏസ് ഓഫ് കപ്സും വന്നിട്ടുള്ളത്. ഇത് കാണിക്കുന്നത് ഇമോഷണലി ഫുൾഫിൽ ചെയ്യുന്ന ഒരു കണക്ഷൻ അവർക്ക് നിങ്ങളോടൊത്ത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് കപ്സ് പ്യുവർ ഇമോഷണൽ കണക്ഷൻ ആണ്, അതായത് ഹാർട്ട് ലെവൽ കണക്ഷൻ നിങ്ങളോടാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് ഏസ് ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞത്. അപ്പൊ തേർഡ് പാർട്ടി കൂടുതലായിട്ട് ഒരു സർഫേസ് ലെവൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നുന്നു. എന്നാൽ ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പം അവര് ഇമോഷൻസ് മാത്രം ഫോളോ ചെയ്യുന്നില്ല, ലോജിക്കായിട്ട് കൺട്രോള്, ഈഗോ, ഇമേജ് ഇതൊക്കെയാണ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ ഇമോഷൻസിനെ മാത്രം ഫോളോ ചെയ്ത് അവരിപ്പോൾ പോകുന്നില്ല. അവർ ഫീലിങ്സ് അവർക്ക് ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ കൺട്രോളായി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം ആ ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവര് ഇമോഷൻസിന് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇമോഷൻസ് ഫോളോ ചെയ്ത് അവർ പോകുന്നില്ല. ഇവരിപ്പോ ഇമോഷൻസ് നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും അവർ ലോജിക്കായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നു, ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നു, ഫീലിങ്സ് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന രീതിയിൽ ഈഗോ ഉള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു, ഇമേജ് കോൺഷ്യസ് ആകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവർക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി. അവർ ഫീലിങ്സ് അവർക്ക് ഉണ്ടെങ്കിലും നിങ്ങളോട് വലിയ ഫീലിങ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ കൺട്രോൾ ആയി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഇത്ര ഡിറ്റാച്ച്ഡ് ആണ് എന്ന രീതിയിൽ ആക്ട് ചെയ്യല്, അതുപോലെ തന്നെ എല്ലാം അനലൈസ് ചെയ്യുക, മാറി നിന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുക, പിന്നെ നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്മെന്റ് വരുന്നില്ല അല്ലെങ്കിൽ വലിയ സ്നേഹത്തിലല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു സ്നേഹത്തിലോ കോപ്പറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ആരാണ് പ്രാക്ടിക്കലി നോക്കുമ്പോൾ എൻ്റെ ഒരു ചോയ്സ് ആയിട്ട് നിർത്താൻ പറ്റുന്നത്, തേർഡ് പാർട്ടി ആണോ ഈ ഒരു പേഴ്സണെ ആണോ എന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഹൃദയം ഒരു വശത്തേക്കും മൈൻഡ് മറ്റൊരു വശത്തേക്കും പോകുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു 6 ഓഫ് വാൻഡ്സ് പിന്നീട് ഇവിടെ വരുമ്പോൾ. ഇതൊരു കമ്പാരിസണിൽ, അതായത് ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആരാണ് കൂടുതൽ അറ്റൻഷൻ നൽകുന്നത്, ആരോടൊപ്പം ഒരു പ്രൗഡ് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ആരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ലാഫ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രൗഡ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഇമേജ് കോൺഷ്യസ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നല്ലൊരു രീതിയിൽ നിൽക്കാനായിട്ട് പറ്റുന്നത് ആരോടൊപ്പം നിന്ന് കഴിഞ്ഞാലാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആരാണ് അവരുടെ ഒരു ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഇതും അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് അവരോട് കമ്പയർ ചെയ്യുന്നു. അപ്പൊ തേർഡ് പാർട്ടി അവരെ ഒരു ആരാധിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ ചെയ്യുകയോ ചേസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഈഗോയ്ക്ക് കുറച്ചും കൂടി ഒരു ബൂസ്റ്റ് നൽകുന്നുണ്ടാകാം. പക്ഷെ ഇവിടെ അതിനുശേഷം നമുക്കിവിടെ 5 ഓഫ് കപ്സ് അതുപോലെ 4 ഓഫ് സോൾസിന്റെ ഒക്കെ കാർഡുകൾ വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ കാർഡ് നമുക്ക് 4 ഓഫ് സോൾസിന്റെ ഒരു കാർഡാണ്. അപ്പൊ റീഡിങ്ങിന്റെ ഒരു ഡീപ്പസ്റ്റ് എനർജിയും ഇതാണ്. അവർക്ക് ഉള്ളില് വളരെയധികം റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, കുറ്റബോധമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുമായി ബന്ധപ്പെട്ട ഇമോഷണൽ ലോസ് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നു, ഇവിടെ ഒരു തേർഡ് പാർട്ടി കയറി വന്നു, അതിനെക്കുറിച്ചൊക്കെ അവർക്ക് നല്ലൊരു റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ 4 ഓഫ് സോൾസ് കാണിക്കുന്നത് അവരെല്ലാം സൈലന്റ്ലി പ്രോസസ് ചെയ്യുകയാണ്. പുറത്തേക്ക് ഡിറ്റാച്ച്ഡ് ആയി കാണിച്ചാലും ഉള്ളില് കമ്പാരിസൺ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ആ ഒരു കമ്പാരിസൺ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റീഡിങ്ങിന്റെ ഓവറോൾ എനർജി നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളെ അവർ ശരിക്കും സീരിയസ് ആയിട്ട് ഇമോഷണലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്, ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടൊരു കണക്ഷൻ ഒക്കെ ആയിട്ട് അവർ കാണുന്നുണ്ട്. അപ്പൊ തേർഡ് പാർട്ടി നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടാണ് അവർ നിർത്തിയിരിക്കുന്നത്. വളരെ താരതമ്യേന നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിട്ടുള്ള ഒരു അറ്റൻഷനാണ് ആ ഒരു പേഴ്സണ് കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് അവിടെ നിന്ന് കുറച്ച് അറ്റൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈഗോ ഇഷ്യൂസും അതോടൊപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇമോഷണൽ ടയേർഡ്നെസ് ഒക്കെ കാരണം അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. അപ്പം ഹൃദയത്തിന്റെ എനർജി നോക്കുകയാണെങ്കിൽ, ഹൃദയത്തിന്റെ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളിലേക്കാണ് അവർ കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് ചാഞ്ഞു കിടക്കുന്നത്.
പക്ഷെ പ്രാക്ടിക്കലായിട്ടും ഒരു ഈഗോ ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇത് തമ്മിലൊരു കമ്പാരിസൺ വരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കാർഡിൽ മച്ചുവർ ആയിട്ടുള്ള ലോങ് ടേം എനർജി നിങ്ങളോട് തന്നെയാണ്, അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒരു ലോങ് ടേം എനർജി കമ്മിറ്റ്മെന്റ് ഒക്കെ നിങ്ങളോട് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. തേർഡ് പാർട്ടി എനർജി ഇപ്പോഴും ഇവിടെ ഒരു ടെമ്പററി ഒരു ഡിസ്ട്രാക്ഷൻ വൈബിൽ അവിടെ നിൽക്കുന്നു എന്നുള്ളത്, അത് ഇച്ചിരി കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് കൂടി നമുക്ക് ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് പ്രകാരം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യമായിട്ട് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്, അവരുടെ കൺഫ്യൂഷൻ സോൾവ് ചെയ്യാൻ നിങ്ങളാണ് മുഴുവൻ എഫേർട്ട് ഇടേണ്ടത് എന്നൊരു നിലയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ കാർഡ്സിൽ വന്ന എനർജി നോക്കുമ്പോൾ അവരിപ്പോഴും ഇന്റേണലി കമ്പയർ ചെയ്യുകയും ഇമോഷൻസ് സപ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫേസിലാണ്. അതുകൊണ്ട് നിങ്ങൾ അതിയായ ഒരു ചേസിങ്ങോ അല്ലെങ്കിൽ ഓവർ ഒരു എക്സ്പ്ലൈനിങ്ങോ അല്ലെങ്കിൽ വാലിഡേഷൻ കൊടുക്കുന്ന രീതിയിൽ തേടുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിങ് ഓഫ് സോൾസും എംപററിന്റെ ഒരു എനർജി കാണാം. കാരണം അവർ കൂടുതൽ ഇമോഷണലി ക്ലോസ്ഡ് ആകാനായിട്ടുള്ള ചാൻസസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ എന്താണ് എന്ന് കാർഡുകൾ എനർജി പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഏസ് ഓഫ് പെന്റിക്കിൾസിന്റെ ഹെറോഫൻ കാർഡുണ്ട്. ഈ രണ്ട് കാർഡ് വെച്ചിട്ട് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ കുറച്ച് കാണിക്കരുത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു ഹൈ വാല്യൂ ആയിട്ട് നിങ്ങൾ എപ്പോഴും പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സീരിയസ് കണക്ഷൻ ആയിട്ട് അവർ നിങ്ങളെ കാണുന്നു. അതിനാൽ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ബെഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് മെസ്സേജ് ഇടാനോ എന്നെ ചൂസ് ചെയ്യൂ എന്ന രീതിയിലുള്ള എനർജി കൊടുക്കാനോ പിന്നെ ഒരു തേർഡ് പാർട്ടി ഒക്കെ ഉള്ളപ്പോൾ അവിടെ ഒരു ജലസി ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ ഒന്നും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അവർ ക്ലോസ്ഡ് ആയി പോകും, അവരുടെ എനർജീസ് അവിടെ ക്ലോസ്ഡ് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. നിങ്ങൾ കാമായിട്ട് നിങ്ങളുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇമോഷണൽ റിയാക്ഷൻസ് കുറയ്ക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്, അതായത് നമുക്ക് ഈ 5 ഓഫ് സോർട്സിന്റെ ഒരു കാർഡാണ്. അതായത് കോൺഫ്ലിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വഴക്കുകൾ വരുന്ന എനർജീസ് ഒഴിവാക്കുക. ഇപ്പോൾ ആർഗ്യുമെന്റ്സോ അതുപോലെ ഇൻഡയറക്റ്റ് പോസ്റ്റേഴ്സ് അതുപോലെ റിവെഞ്ച് ചെയ്യുന്ന പോലത്തെയുള്ള ബിഹേവിയർ, ഇമോഷണൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവരോടുണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ, ഇതൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യാനായിട്ട് ഒരിക്കലും സഹായിക്കില്ല. അപ്പൊ നിങ്ങളുടെ സൈലൻസ് പോലും ചിലപ്പോൾ കൂടുതൽ നിങ്ങളെ പവർഫുൾ ആക്കും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കൂടുതൽ പവർഫുൾ ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ആർഗ്യുമെന്റ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അവർക്ക് കൂടുതലായിട്ട് സ്പേസ് കൊടുക്കാനായിട്ട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുക. 4 ഓഫ് സോർട്സിന്റെ കാർഡ് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇപ്പോൾ സിറ്റുവേഷൻസ് ഫോഴ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ അവരെ ഒബ്സർവേഷനിൽ ഇടുക, സൈലന്റിൽ നിൽക്കുക, സെൽഫ് ഹീലിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് സ്വന്തം ഫീലിങ്സ് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം. അതിന് വേണ്ടിയിട്ട് അവർക്കൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് ഫോഴ്സ് ചെയ്ത് തിരികെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം. അതായത് റീഡിങ് മുഴുവൻ കാണിക്കുന്നത് നിങ്ങൾ ഇമോഷണലി ഈ ഒരു കണക്ഷനിൽ വളരെ ഇൻവെസ്റ്റഡ് ആണ് എന്നുള്ളതാണ്. പക്ഷെ കാർഡ്സ് പറയുന്നത് ഇപ്പോൾ മുഴുവൻ ഫോക്കസ് അവരിൽ മാത്രം നിങ്ങൾ വെക്കരുത് എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ട് എപ്പോഴും അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കരുത്. ഫോക്കസ് തിരികെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇവിടെ ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ സ്റ്റഡീസ്, നിങ്ങളുടെ ഹോബീസ്, സോഷ്യൽ ലൈഫ് ഇതൊക്കെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്പിരിച്വൽ പരമായ കാര്യങ്ങളും ഇമോഷണൽ ഹീലിങ്സ് ഇതിലേക്കൊക്കെ എനർജി മാറ്റുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ, ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്ന വൈബ് തന്നെ ഒരു സ്ട്രോങ് ആകും. അതോടെ അവർക്ക് നിങ്ങളെ ലൂസ് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഓൾറെഡി റീഡിങ് നമ്മൾ കണ്ടതാണ്. അത് കൂടുതലായിട്ട് ഉണ്ടാകുക ആ ഒരു റിയലൈസേഷൻ കൂടാനുള്ള കാരണം ഉണ്ടാകും. പിന്നെ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒരിക്കലും എടുക്കാനായിട്ട് അവരെ ഫോഴ്സ് ചെയ്യരുത്. അതായത് ഇപ്പൊ തന്നെ എനിക്ക് മറുപടി പറയണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഡിസിഷൻ, ഇനി നമ്മൾ തമ്മിലുള്ള റിലേഷൻ അപ്പൊ ഇപ്പൊ തന്നെ പറയണം എന്ന രീതിയിൽ ഒരു ഫോഴ്സ് ചെയ്ത് ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കരുത്. അവരിപ്പോ മെന്റലി വളരെയധികം കോൺഫ്ലിക്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു ആൻസർ വേണം, അല്ലെങ്കിൽ അവനെയോ അവളെയോ എന്നെയോ ആരെയാന്ന് വെച്ചാൽ ചൂസ് ചെയ്യൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രഷറായിട്ടുള്ള സിറ്റുവേഷൻ വേർഡ്സസ് ഒക്കെ ഉപയോഗിച്ച് അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അപ്പൊ അതിനൊക്കെയുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് അത് ഒഴിവാക്കുക എന്ന യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇവിടെ ഓവറോൾ യൂണിവേഴ്സിന്റെ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാമായിട്ട് നിൽക്കുക, സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇമോഷണൽ ബാലൻസ് കൈവിടാതിരിക്കുക.
ചേസിങ് എനർജി കുറയ്ക്കുക. അവർ ആക്ഷൻസ് വഴി എന്ത് കാണിക്കുന്നു എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. കാരണം ഈ ഒരു റീഡിങ്ങിൽ ഇമോഷൻസ് നിങ്ങളോടാണ് ഡീപ്പായിട്ട് ഇവർക്കുള്ളതെന്നാണ് കാണുന്നത്. പക്ഷെ ക്ലാരിറ്റിയുടെയും ഒരു ശരിക്കും ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ആക്ഷൻ്റെയും കുറവാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉള്ളൊരു കുറവ്. അപ്പം ഇവരുടെ ഭാഗത്ത് ആ ഒരു കാര്യം, ഒരു ക്ലാരിറ്റി ഇവർക്ക് ഉണ്ടാകണം, ഒരു ഡിസിഷൻ നല്ല രീതിയിൽ എടുക്കാനുള്ള ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കോൺഫിഡൻസ് ലെവലിലാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു ക്ലാരിറ്റിയും മെച്യൂർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ അത് അവരെ സഹായിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് സോഷ്യൽ മീഡിയ എന്നാണ് കിട്ടുന്നത്. അതുപോലെ 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി അതുപോലെ കിട്ടുന്നുണ്ട്. മ്യൂസിക്, ഈ ഒരു റിലേഷൻഷിപ്പിനും മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. റൈഡിങ് ഒക്കെ പോകാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ലയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months വീണ്ടും ഒരു പോസിബിലിറ്റി ആണ്. 2 weeks. നമ്പർ 42, ലെറ്റർ എസ്. 1985. നമ്പർ 32, ലോങ് ഹെയർ. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. അതുപോലെ തന്നെ കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.